ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും FRM ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ദിവസമാണ് ഇന്ന്, വിധി എഴുതുന്ന ദിവസമാണ് ഇന്ന്. FRM ലീഡേഴ്സ് ഇലക്ഷന്റെ വിധി എഴുതുന്ന ആരായിരിക്കും ഈ വർഷത്തെ 2024 ലീഡർ സ്ഥാനത്തേക്ക് അരങ്ങേറാൻ പോകുന്നത്, ആരായിരിക്കുമെന്ന്, ചക്രവർത്തിയായി വരുന്നത് ആരായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. 2 പാർട്ടികളായിട്ട് 12 സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഈ ലീഡേഴ്സ് ഇലക്ഷൻ മത്സരത്തിൽ ഇരു ടീമുകളും കൊമ്പുകോർത്ത ഈ ഒരു ഇലക്ഷനിൽ വളരെ ശാസ്ത്രീയമായി നടത്തപ്പെട്ട ഈ ഒരു വോട്ടെടുപ്പിൽ അതിന്റെ വിധിയെഴുത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. കൃത്യം 8:15 നമ്മുടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതാണ്. വളരെ കൃത്യതയാർന്ന, വളരെ നിരീക്ഷണത്തോടുകൂടി, വളരെ സൂക്ഷ്മ പരിശോധനയോടുകൂടിയുള്ള വോട്ടെണ്ണൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടാം, പ്രതീക്ഷിക്കാം. ഏതായാലും FRM ലൈവിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. 6 ബൂത്തുകളിലായിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഇലക്ഷൻ നടന്നിരുന്നത്. 6 ബൂത്തുകളിലായിട്ട് 2 പാർട്ടികള് 12 സ്ഥാനാർത്ഥികൾ കൊമ്പുകോർത്തപ്പോ 2024 ലീഡേഴ്സ് ഇലക്ഷൻ FRMന്റെ ചരിത്രത്തിൽ കാണാത്ത ഒരു കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. വളരെ സുതാര്യമായിട്ട്, വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ലീഡേഴ്സ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിധിയെഴുത്തും വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിധി തന്നെയായിരിക്കാം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും 4 ഘട്ടത്തിലേക്കാണ് ഇതിന്റെ കൗണ്ടിങ് പോകുന്നത്. ആദ്യഘട്ടത്തിന്റെ കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ FDFും FDA തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. FDF ഫുർഖാനിയ ഡെവലപ്മെന്റ് ഫ്രണ്ടും ഫുർഖാനിയ പ്രോഗ്രസീവ് അലയൻസും തമ്മിലുണ്ടായിരുന്ന ഈ ഒരു പോരാട്ടത്തിന്റെ ആദ്യഘട്ടം കിടക്കുമ്പോൾ ആദ്യ വോട്ടിൽ തന്നെ 20 വോട്ടുകൾ നേടിക്കൊണ്ട് അവരുടെ സഫുല എന്ന അസിസ്റ്റന്റ് ലീഡറിലേക്ക്, കൾച്ചർ ലീഡറിലേക്ക് മത്സരിച്ച സഫുല 20 വോട്ടിന്റെ സ്ഥാനം ഇപ്പോൾ നേടിയിരിക്കുന്നു. ആദ്യഘട്ടം തുറക്കുമ്പോൾ 15 വോട്ട് മാത്രമാണ് FPAയുടെ ഷസാ മറിയമിന് ഉള്ളത്. ആദ്യഘട്ടത്തിന്റെ വോട്ടുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോവുകയാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ ഫർഹ അസിസ്റ്റന്റ് ലീഡ് സ്ഥാനത്തേക്ക് മത്സരിച്ച FDFന്റെ ഫർഹ 10 വോട്ട് മാത്രം നേടിയപ്പോൾ FPAയുടെ റിസ 15 വോട്ടുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ, ആദ്യ നിമിഷം തന്നെ കൗണ്ടിങ്ങിന്റെ ഏറ്റവും മുന്നേറ്റത്തിലേക്ക് റിസ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത്. അതേസമയം അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ചപ്പോൾ ആദ്യഘട്ടത്തിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ, ആദ്യത്തെ നിമിഷം തന്നെ 10 വോട്ടുമായിട്ട് നെസ്ബ അക്കൗണ്ട് തുറന്നപ്പോൾ 10 വോട്ടിന്റെ ലീഡുമായിട്ടാണ് തസ്ലീമ ഇപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ആദ്യഘട്ടത്തിൽ തന്നെ എന്തായിരിക്കാം വരുന്നത് എന്ന് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ആദ്യഘട്ടത്തിന്റെ കൗണ്ടിങ് തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് 2 ടീമുകളും പാർട്ടികളും കാഴ്ചവെക്കുന്നത്. അതേസമയം ബോയ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മുനീസ്, FPAയുടെ മുനീസ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച മുനീസ് 10 വോട്ടുമായിട്ട് അക്കൗണ്ട് തുറന്നപ്പോൾ FDFന്റെ റമീസ് 15 വോട്ടുമായിട്ട് 5 വോട്ടിന്റെ ലീഡിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതേസമയം അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച അഷ്കർ 30 വോട്ടിന്റെ ലീഡുമായിട്ട് അക്കൗണ്ട് തുറന്നപ്പോൾ 5 വോട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. മൊയ്തീൻ അക്കൗണ്ട് തുറന്നപ്പോൾ തന്നെ 5 വോട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതേസമയം കൾച്ചർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഷുഹൈമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15 വോട്ടാണ് അദ്ദേഹം അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. FDFന്റെ റിഷാൽ 20 വോട്ട്, 5 വോട്ടിന്റെ ലീഡിലൂടെയാണ് ഇപ്പോൾ അക്കൗണ്ട് തുറന്നിരിക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിന്റെ വോട്ടുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ, ടാലിയാക്കുമ്പോൾ 54 വോട്ടുമായി FPA ഷസാ മറിയം കൾച്ചർ ലീഡറിന്റെ സ്ഥാനത്തേക്ക് മത്സരിച്ച ഷസാ മറിയം 54 വോട്ടുമായി നിൽക്കുമ്പോൾ 21 വോട്ടിന്റെ ലീഡുമായിട്ട് 21 വോട്ടിന്റെ കൃത്യമായി 21 വോട്ടിന്റെ ലീഡുമായിട്ട് 75 വോട്ടുമായിട്ട് FDFന്റെ സഫുല ആദ്യഘട്ടത്തിലെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഫർഹയുടെയും ഡിസൈയുടെയും കണക്കുകൾ പരിശോധിച്ച് ടാലി ചെയ്യുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പിരിമുറക്കിന്റെ ഇഞ്ചോടിഞ്ചിന്റെ ഒരു വലിയൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 3 വോട്ടിന്റെ ലീഡില് ഫാത്തിമത്ത് നഫീസ് റിസ 66 വോട്ടുമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ 3 വോട്ടിന്റെ ലീഡ് മാത്രമാണ് റിസയിലുള്ളത്. 63 വോട്ടുമായിട്ട് ഫർഹ തൊട്ടു പിന്നാലെ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലുള്ളത്. അതേസമയം നെസ്ബയുടെയും തസ്ലീമയുടെയും കാര്യം എടുത്ത് നോക്കിയാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ലീഡ് തന്നെയാണ് തസ്ലീമ കൊണ്ടുപോകുന്നത്. 21 വോട്ടിന്റെ ലീഡ് 75 വോട്ടുമായിട്ട് 21 വോട്ടിന്റെ വലിയൊരു ലീഡ് തന്നെ തസ്ലീം ഇപ്പോൾ FPAയുടെ തസ്ലീമ മുന്നിലുണ്ട്. 54 വോട്ടുമായിട്ട് FDFന്റെ നെസ്ബയുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യഘട്ടത്തിൽ
ഇതിലെ ബോയ്സിന്റെ വിഭാഗത്തിലേക്ക് പോകുമ്പോൾ ടാലി ചെയ്യുമ്പോൾ 21 വോട്ടിന്റെ ലീഡുമായിട്ട് 75 വോട്ടുമായിട്ട് മുനീസ് FPA ഫുർഖാനി തിരിഫായ FRM മദ്രസയുടെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച് കാത്തിരുന്ന FPAയുടെ മുനീസ് 75 വോട്ടുമായിട്ട് 21 വോട്ടിന്റെ ലീഡുമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ 54 വോട്ടിന്റെ റമീസ് അബ്ബാസ് കഴിഞ്ഞ വർഷത്തെ ലീഡർ ഇലക്ഷനിൽ വലിയൊരു മുന്നേറ്റം വെച്ച ഈ റമീസ് അബ്ബാസ് തന്നെയാണ് ഇപ്രാവശ്യം ചെറിയൊരു പിന്തളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 54 വോട്ടിന്റെ ലീഡും 54 വോട്ടുമായിട്ടാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ആദ്യഘട്ടത്തില് അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച അഷ്കറിന്റെ FPAയുടെ അഷ്കർ 87 വോട്ട്, അതായത് 45 വോട്ടിന്റെ ലീഡുമായിട്ട് ഇപ്പോൾ കൃത്യമായി ലീഡിൽ തന്നെയാണ് അഷ്കർ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. FDFന്റെ മൊയ്തീൻ ആണെങ്കിൽ 42 വോട്ട് തന്നെ, അതായത് അഷ്കറിന്റെ ലീഡിന്റെ വോട്ട് പോലും ഇപ്പോൾ മൊയ്തീന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 45 ലീഡാണ് മൊയ്തീൻ അഷ്കറിനുള്ളതെങ്കിൽ വെറും 42 വോട്ട് മാത്രമാണ് മൊയ്തീന് കിട്ടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ FPAയുടെ ഷുഹൈമിന് 66 വോട്ടുമായിട്ട് പോകുമ്പോൾ ഇവിടെയും കൾച്ചർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇവിടെയും വലിയൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 3 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ ഷുഹൈമിനുള്ളത്, FPAയുടെ ഷുഹൈമിനുള്ളത്. FDFന്റെ റിഷാലിന് 63 വോട്ടുമായിട്ട് രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായാലും ഒരിക്കലും ഇത് ആദ്യഘട്ടം മാത്രമാണ് കഴിഞ്ഞത്. ഇനി 3 ഘട്ടങ്ങൾ ബാക്കിയുണ്ട്. ആരായിരിക്കും ഈ FRMന്റെ ഈ വർഷത്തെ ലീഡറും അസിസ്റ്റന്റും കൾച്ചറും ആകാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഓരോ വോട്ടും വിലയേറിയതാണെന്ന് ഇവിടത്തെ FRMന്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. ഘട്ടത്തിന്റെ അവസാന കൗണ്ടിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ 29 വോട്ടുമായിട്ട് FDFന്റെ ഫർഹ 29 വോട്ടുമായിട്ട് ടോട്ടൽ 129 വോട്ടുമായി 129 വോട്ടുമായിട്ട് അവർ FDFന്റെ ഫർഹയും FPAയുടെ റിസയും രണ്ടുപേരും തുല്യരായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടുപേരും രണ്ടാം ഘട്ടത്തിന്റെ ഈ ഒരു കൗണ്ടിങ് പൂർത്തിയാക്കുമ്പോൾ 129 ഒരിക്കൽ കൂടി പറയാം, 129ന്റെ ഒരു ലീഡുമില്ലാതെ തുല്യരായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കാണാൻ പറ്റുന്നത്. അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച നെസ്ബയുടെയും തസ്ലിമയുടെ കാര്യം നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 75 വോട്ട് ലഭിച്ച തസ്ലിമയെ മറികടന്നുകൊണ്ട് 144 വോട്ടുമായിട്ട് 30 വോട്ടിന്റെ ലീഡുമായിട്ട് FDFന്റെ നസ്ബ ഇപ്പോൾ തന്റെ ആ പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 30 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ FDFന്റെ നസ്ബ നേടിയിരിക്കുന്നു. വെറും 114ലേക്ക് ഡൗൺ ആയ രണ്ടാമത്തെ ഘട്ടത്തിൽ 114ലേക്ക് തസ്ലിമ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയം കൾച്ചർ ലീഡിലേക്ക് മത്സരിച്ച FDFന്റെ അവരുടെ അവസാന കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ വെറും 10 വോട്ട് മാത്രം സഫല അവസാന ഘട്ടത്തിൽ നേടിയിട്ട് 105 വോട്ട് മാത്രമാണ് FDFന്റെ സഫലയ്ക്ക് നേടാൻ പറ്റിയിട്ടത്. എന്നാൽ FPAയുടെ ഷസാമറിയം ഇപ്പോഴും തന്റെ ലീഡ് വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ബഹുദൂരം മുന്നിലാക്കിക്കൊണ്ട് 153 വോട്ടുമായി 48 വോട്ടിന്റെ കൃത്യമായ ലീഡിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കൾച്ചർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഇരു പാർട്ടിയുടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ബോയ്സിന്റെ വിഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ വോട്ടിംഗിന്റെ കൗണ്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വോട്ട് കൗണ്ടിങ്ങും. അങ്ങനെ അവസാന ഘട്ടത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ അവസാന കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ 33 വോട്ടുമായിട്ട് മുനീസ് വീണ്ടും 33 വോട്ടുമായിട്ട് മുനീസ് തന്റെ വോട്ട് ബാങ്ക് വീണ്ടും നിറക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 138 വോട്ടുമായിട്ട് മുനീസ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. FDFന്റെ റമീസ് ആണെങ്കിൽ തൊട്ടു പിന്നാലെ 120 വോട്ടുമായിട്ട് നിൽക്കുന്നുണ്ട്. 18 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ മുനീസിനുള്ളത്. വെറും 18 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. ഏതായാലും രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ അഷ്കറിന്റെയും മൊയ്തീന്റെയും നോക്കുമ്പോൾ അഷ്കർ 23 വോട്ടും ഒന്നാം ഘട്ടത്തിൽ വലിയ തിളക്കം അഷ്കറിനുണ്ടായെങ്കിലും രണ്ടാം ഘട്ടത്തിൽ വലിയൊരു മങ്ങൽ തന്നെ ഉണ്ടായെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു വല്ലാത്തൊരു മങ്ങല് രണ്ടാം ഘട്ടത്തിൽ അഷ്കർ ഉണ്ടായിട്ടുണ്ട്. 23 വോട്ട് മാത്രമാണ് നേടിയത്. എന്നാൽ FDFന്റെ മൊയ്തീന് കൃത്യമായ രീതിയിൽ പ്രചരണത്തിന്റെ വലിയൊരു തന്ത്രം തന്നെ മെനഞ്ഞുകൊണ്ട് അതിന്റെ വലിയൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റി. FDFന്റെ മൊയ്തീനിൽ 56 വോട്ടുമായിട്ട് 138 വോട്ടുമായിട്ട് 18 വോട്ടിന്റെ ലീഡ് താൻ തിരിച്ചെടുക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഏതായാലും രണ്ടാം ഘട്ടത്തിലെ അവസാന സ്ഥാനത്തേക്ക് കൾച്ചർ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഷുഹൈമിന്റെയും റിഷാലിന്റെയും കഥകൾ അവരുടെ കൗണ്ടിങ് വന്നിരിക്കുന്നു. 33 വോട്ടുമായിട്ട്
ഷുഹൈം നിൽക്കുമ്പോൾ 129 വോട്ടും, അതേസമയം റിഷാലും 129. 2 പേരും തുല്യരായിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഈക്വലാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടവും ഈക്വലും ബഹുദൂരം മുന്നിലാക്കി നിൽക്കുന്ന ഒരു നിലക്കും കൃത്യമായ രീതിയിൽ വിധി എഴുതാൻ പറ്റാത്ത രീതിയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഈ വർഷത്തിന്റെ അവസാന 2 ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. വിജയത്തിന്റെ ഈ വർഷത്തെ FRMന്റെ ലീഡേഴ്സിന്റെയും കൾച്ചർ ലീഡേഴ്സിന്റെയും അസിസ്റ്റന്റ് ലീഡേഴ്സിന്റെയും വിധി എഴുതുന്ന അവസാന ഘട്ടത്തിന്റെ 2 ഘട്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു ഷോർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ ഘട്ടത്തിന്റെ അവസാന കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ വോട്ടുകൾ പൊട്ടുന്ന എണ്ണി തീർക്കുന്നത് കൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ 22 വോട്ടുമായി നേടിക്കൊണ്ട് സഫുല 167 വോട്ടുകൾ മാത്രമാണ് നേടിയത്. 167 വോട്ടുകൾ നേടിയപ്പോൾ FPAയുടെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ലീഡിലേക്കാണ് ഇപ്പോൾ ഷസാ മറിയം പോയിക്കൊണ്ടിരിക്കുന്നത്. 222 എന്ന വലിയൊരു നമ്പറിലേക്ക് 222 എന്ന വലിയ കൃത്യമായ ലീഡിലേക്ക് 55 എന്ന വലിയൊരു ലീഡിലേക്ക് തന്നെയാണ് ഷസാ മറിയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ഫർഹയുടെയും ലിസയുടെയും കാര്യങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 17 വോട്ടുമായിട്ട് അവസാന കൗണ്ടിംഗ് നേടിയപ്പോൾ ലിസ 32 വോട്ട് നേടിയപ്പോൾ ഫർഹ 186 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ 201 വെറും 15 വോട്ട് മാത്രമാണ് ഇപ്പോഴും റിസക്ക് ലഭിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞിട്ട് പോലും 15 വോട്ടിന്റെ ലീഡ് മാത്രമാണ് FPA സ്ഥാനാർത്ഥിയായി റിസക്ക് ലഭിച്ചത്. ഇവരുടെ വാഗ്ദാനങ്ങൾ വെറും വെള്ളത്തിലെഴുതി പോയമാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഗേൾസ് വിഭാഗത്തിലെ തന്നെ അസിസ്റ്റന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച FDFന്റെ നെസ്ബ 14 വോട്ടുകൾ നേടിയപ്പോൾ അവസാന കൗണ്ടിങ്ങിൽ 14 വോട്ട് നേടിയപ്പോൾ 171 എന്ന വലിയൊരു സ്കോറിലേക്ക് പോകുമ്പോഴും FBയുടെ തസ്ലീമയുടെ വലിയൊരു കംബാക്ക് നമുക്ക് ഇപ്പോൾ കാണാം. രണ്ടാമത്തെ ഘട്ടത്തിൽ FDFന്റെ നെസ്ബ വലിയൊരു ലീഡ് ഉയർത്തിയിരുന്നു. പക്ഷേ അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് തസ്ലീമയിൽ നിന്ന് കാണാൻ പറ്റും. വലിയൊരു പോരാട്ടം, ഇതാണ് ഗെയിം, ഇതാണ് മത്സരം, ഇതാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 45ന്റെ വ്യക്തമായ ലീഡ് തന്നെ ഇപ്പോൾ തസ്ലീമയുടെ കയ്യിലുണ്ട് എന്നും കാണാൻ പറ്റും. അവസാന ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെയാണ് ഇവർ കണ്ണു നോക്കുന്നത്. ഈ മൂന്നാമത്തെ ബൂത്തും രണ്ടാമത്തെ ബൂത്തുമാണ് കൃത്യമായിട്ട് ഓരോരുത്തരും വീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആണുങ്ങളുടെ വിഭാഗത്തിലേക്ക് പോകുമ്പോൾ FPയുടെ മുനീസ് 63 വീണ്ടും 63ന്റെ വലിയൊരു നമ്പറിലേക്കാണ്, വലിയൊരു വോട്ടാണ് അദ്ദേഹം, വലിയൊരു ലീഡ് തന്നെയാണ് മുനീസ് നേടിക്കൊണ്ടിരിക്കുന്നത്. 261 എന്ന വലിയൊരു വോട്ട്, 135 135 ഒരിക്കലും തകർക്കാൻ പറ്റാത്ത രീതിയിൽ FRMന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഭൂരിപക്ഷം നേടിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മുനീസ് മാറിയിരിക്കാൻ 135 ലീഡായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. 126 മാത്രമാണ് വോട്ട്. അതായത് മുനീസിന്റെ 135 എന്ന ലീഡിന്റെ വോട്ട് പോലും ഇപ്പോൾ റമീസ് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്നതിന്റെ സൂചനകളായിരിക്കാം ചിലപ്പോൾ ഈ ഇലക്ഷനിൽ ഇങ്ങനൊരു പിന്തള്ളപ്പെടൽ എന്ന് നമുക്ക് കരുതാം. ഏതായാലും അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച അഷ്കർ ഈ അവസാന കൗണ്ടിങ്ങിൽ 38 വോട്ട് നേടിയപ്പോൾ 188 എന്ന ടാലി ചെയ്യുമ്പോൾ 138 എന്ന വോട്ടാണ് ഇപ്പോൾ അഷ്കർ നേടിയതെങ്കിൽ അവിടെയും ഒന്നാം ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിച്ച് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും 19 വോട്ടുകൾ അവസാന കൗണ്ടിങ്ങിൽ 19 വോട്ടുകൾ നേടിക്കൊണ്ട് 197, അതായത് 9 വോട്ടിന്റെ കൃത്യമായ ലീഡ്, ഒരു സമാധാനത്തോടു കൂടി ലീഡ് തന്നെ ഇപ്പോൾ മൊയ്തീന്റെ ഭാഗത്ത് ഇപ്പോഴും മൂന്നാം ഘട്ടത്തിലും ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അവസാനമായിട്ട് കൾച്ചർ ലീഡിൽ മത്സരിച്ച ഷുഹൈമിന്റെ FPയുടെ ഷുഹൈം 33 വോട്ടുമായി നേടിയപ്പോൾ 192 എന്ന വോട്ടിലേക്ക് ടാലിയാകുമ്പോൾ അവിടെയും FDFന്റെ റിഷാല് 26 വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു വോട്ട്, വെറും 3 ലീഡുമായിട്ട് മാത്രമാണ് ഇപ്പോൾ റിഷാൽ നിലകൊള്ളുന്നത്. ഏതായാലും നാലാമത്തെ ഘട്ടം, അവസാനത്തെ ഘട്ടത്തിൽ വലിയൊരു മാറ്റിമറിക്കൽ നമുക്ക് കാണാൻ പറ്റും. അമ്പാനെ തിരിച്ചു വാ എന്നൊക്കെ പറയുന്നത് പോലെ
അമ്മാനെ കേറിവാ എന്ന് പറയുന്ന പോലെ ആവേശം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്നവരെ ഈ ഒരു റിസൾട്ടിന്റെ ഒരു വിധി നമുക്ക് എഴുതിത്തള്ളാൻ പറ്റുകയില്ല. ഏതായാലും ഈ മൂന്നാം ഘട്ടത്തിന്റെ ടോട്ടൽ ടാലി ചെയ്യുമ്പോൾ വോട്ടുകൾ FDF 1042 വോട്ടുമായിട്ട് FDF രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ടോട്ടൽ വോട്ടുകൾ ടാലി ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ 1042 തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴും FPA വെറും 39 വോട്ട് മാത്രമാണ് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന, തകർക്കപ്പെടാൻ പറ്റുന്ന, ഭൂരിപക്ഷം വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വോട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 39ന്റെ ലീഡ് മാത്രമാണ് FPAക്ക് ഇപ്പോഴും 1081 എന്ന വോട്ടിൽ 39ന്റെ ലീഡ് മാത്രമാണ് ഇപ്പോഴും FPAക്ക് ഉള്ളത്. ഏതായാലും ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു ചിന്ന ബ്രേക്ക്, അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ഞങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഈ ഒരു ഇലക്ഷനിൽ FPAക്ക് ഇത്ര വലിയൊരു ലീഡ് തന്നെ ലഭിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അവസാന ഘട്ടത്തിന്റെ അവസാന കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ FDFന് വേണ്ടി മത്സരിച്ച സഫുല 31 വോട്ടും, FDFന് വേണ്ടി മത്സരിച്ച സഫുല വെറും 3 വോട്ട് മാത്രം ലഭിച്ചപ്പോൾ രണ്ടാമത്തെ അവസാന ഘട്ടത്തിന്റെ രണ്ടാമത്തെ കൗണ്ടിങ്ങിലും 3 വോട്ട് തന്നെയാണ് ലഭിച്ചത്. 3-3 തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ FPA ഷസാ മറിയം 78 വോട്ടിന്റെ വ്യക്തമായ ലീഡ്, 202 വോട്ടിന്റെ ലീഡുമായിട്ട് 375 എന്ന വലിയൊരു ഉയർന്ന ലീഡുമായിട്ട് FPAയുടെ ഷസാ മറിയം വിജയിച്ചിരിക്കുന്നു. കൾച്ചറൽ ലീഡ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഷസാ മറിയം, FPAയുടെ ഷസാ മറിയം വിജയിച്ചിരിക്കുന്നു. അതേസമയം നാലാം ഘട്ടത്തിൽ തന്നെ ലീഡ് സ്ഥാനത്തേക്ക് മത്സരിച്ചവരുടെ അവസാന കൗണ്ടിങ്ങിലൂടെ വരുമ്പോൾ അവിടെയും FDFന്റെ ഫർഹ 3 വോട്ട് മാത്രമാണ് നേടിയത്. 192 വോട്ട് നേടിയിരിക്കുന്നത്. എന്നാൽ 153ന്റെ കൃത്യമായ ലീഡ് അവിടെയും നഫീസത്ത് റിസയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ട് തന്നെ 153ന്റെ കൃത്യമായ ലീഡ് നേടിക്കൊണ്ട് 345 വോട്ടുകൾ ലഭിച്ചുകൊണ്ട് അവിടെയും FPAയുടെ റിസ വിജയിച്ചിരിക്കുന്നു. ലീഡർ സ്ഥാനത്തേക്കും FPAയുടെ റിസ തന്നെയാണ്, FPA പാർട്ടിയിൽ നിന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. നാലാം ഘട്ടത്തിലേക്ക് അവസാന അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ചപ്പോൾ അവിടെ 3 വോട്ട് തന്നെയാണ് അവിടെ നെസ്ബക്ക് നേടാൻ പറ്റുന്നത്. അവസാന ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും എന്ത് പറ്റിയെന്ന് പറയാൻ പറ്റുകയില്ല. അവസാന ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിന്റെ ഒക്കെ കാഴ്ചകൾ നോക്കുമ്പോൾ FDFന് വലിയൊരു മങ്ങലേൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. 3 വോട്ട് മാത്രമാണ് FDFന്റെ നെസ്ബക്ക് ലഭിച്ചത്. 180 വോട്ട് മാത്രമാണ് നെസ്ബക്ക് ഉള്ളതെങ്കിൽ FPAയുടെ തസ്ലീമ വലിയൊരു കംബാക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു തിരിച്ചുവരവാണ് FPAയുടെ തസ്ലീമ നടത്തിയിരിക്കുന്നത്. 81 വോട്ടും 357 വോട്ടാണ് ടോട്ടൽ വോട്ട്. 177 വോട്ടിന്റെ ലീഡ്, ഒരു കൃത്യമായ ലീഡ് തന്നെ അവിടെ തസ്ലീമ നേടിയിരിക്കുന്നു. നാലാം ഘട്ടത്തിന്റെ ബോയ്സ് വിഭാഗത്തിന്റെ ഇവിടെയാണ് ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്, കണ്ണിൽ എണ്ണയിച്ച് കാത്തിരിക്കുന്നത്. ബോയ്സ് വിഭാഗത്തിന്റെ സ്ഥാനങ്ങൾ ആർക്കാണ് ലഭിക്കുമെന്നു. കഴിഞ്ഞ വർഷമൊക്കെ റമീസ് കൃത്യമായിട്ടുള്ള ഇടപെടലും പ്രചരണങ്ങളും നടത്തിയ റമീസിന്റെ പ്രവർത്തനത്തിന്റെ കുറവായിരിക്കാം ചിലപ്പോൾ ഈ പ്രാവശ്യം ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം തള്ളപ്പെടേണ്ടതെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ FPAയുടെ മുനീസ് 63, വീണ്ടും 60 എന്നുള്ളത് മുനീസിന്റെ ലക്കി നമ്പർ ആവോ എന്ന് സംശയിക്കുന്നു. അത്രത്തോളം 60ന്റെ വോട്ട് തന്നെയാണ് മുനീസ് ലഭിച്ചിരിക്കുന്നത്. 384 എന്ന വലിയൊരു വോട്ട് തന്നെ മുനീസ് ലഭിച്ചപ്പോൾ വെറും 135 വോട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് FDFന്റെ റമീസ് അബ്ബാസ്. 249 ലീഡിന്റെ വോട്ട് പോലും റമീസ് അബ്ബാസിന് ഈ വർഷത്തെ ഇലക്ഷനിൽ നേടാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഈ അവസാന കൗണ്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാലാം ഘട്ടത്തിന്റെ അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച FPAയുടെ അഷ്കർ ആണെങ്കിലും ഇത് തന്നെയാണ് അവിടെ അവസ്ഥ. 73 വോട്ട് ലഭിച്ചെങ്കിൽ പോലും 73 വോട്ട് ലഭിച്ചുകൊണ്ട് 321 എന്ന കൃത്യമായ 321 എന്ന 321 എന്ന വോട്ട് ലഭിച്ചുകൊണ്ട് 121ന്റെ 121 എല്ലാം ഒന്നിന്റെയും രണ്ടിന്റെയും കണക്കാണ്. 121 121 എന്ന കൃത്യമായ വോട്ട് ലീഡ് തന്നെ FPAയുടെ അഷ്കറിന് ലഭിച്ചിട്ടുണ്ട്. അവിടെയും FPA സ്ഥാനാർത്ഥിയായ അഷ്കർ വിജയിച്ചിരിക്കുന്നു. അസിസ്റ്റന്റ് ലീഡറിലേക്ക് മത്സരിച്ച അഷ്കർ വിജയിച്ചതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഏതായാലും അവസാനം നാലാം ഘട്ടത്തിന്റെ അവസാന സ്ഥാനം, അവസാന ഘട്ടം, അവസാന കൗണ്ടിങ്. നാലാം ഘട്ടത്തിൽ അവസാന സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുന്നത് കൾച്ചറൽ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച ബോയ്സ് വിഭാഗത്തിലെ 57 വോട്ടുമായിട്ട് 57 വോട്ടുമായിട്ട് ഷുഹൈം, FPAയുടെ ഷുഹൈം 309 വോട്ടുമായിട്ട് കൃത്യമായ ലീഡ്, 99ന്റെ പറയാൻ പറ്റിയ ലീഡ് തന്നെ
വലിയൊരു ലീഡ് തന്നെ ഷുഹൈമിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഷുഹൈമിന് ലഭിച്ചപ്പോൾ 210 വോട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ് അവിടെയും FDF. 99 വോട്ടിന്റെ ലീഡുമായിട്ട് അവിടെയും ഷുഹൈം. ഇത് തന്നെയാണ് തിരിച്ചുവരവെന്ന് പറയുന്നത്, ഇത് തന്നെയാണ് കംബാക്ക് എന്ന് പറയുന്നത്. സിംഗ തിരിച്ചു വന്നിരിക്കുന്നു, തലൈവ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആവേശമാണിത്, ഇത് ആഹ്ലാദത്തിന്റെ സമയമാണ്. അവസാന ഘട്ടത്തിന്റെ ടോട്ടൽ ടാലി ചെയ്യുമ്പോൾ, വോട്ടുകൾ ടാലി ചെയ്യുമ്പോൾ FPA 2091 വോട്ടുമായിട്ട് 2091 വോട്ടുമായിട്ട് 2091 വോട്ടുമായിട്ട് 1001ന്റെ 1001 1000 എല്ലാം ലക്കി നമ്പർ പോലെ 1001 എല്ലാം ഒന്നിന്റെയും രണ്ടിന്റെയും കളികളാണ് ഇവിടെ നടക്കുന്നത്. 1001ന്റെ വലിയൊരു ലീഡ് തന്നെ നേടിക്കൊണ്ട് FPA ഈ വർഷത്തെ ലീഡേഴ്സ് ഇലക്ഷനിൽ എല്ലാ വിഭാഗത്തിലും എല്ലാ സ്ഥാനത്തിലും വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റി. FDF വെറും 1090 മാർക്കിന് 1090 വോട്ടിന്, അതായത് 1001 വോട്ടിന് പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇവിടെയൊക്കെ ടാലി ചെയ്യുമ്പോൾ 1001 വോട്ടിന് 1000 ഒരുവനാകാൻ വേണ്ടി FPA പാർട്ടി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 1001 വോട്ടിന്റെ വലിയൊരു ലീഡുമായിട്ട് 1001ന്റെ വലിയൊരു ലീഡുമായിട്ട് FPA പാർട്ടി ചരിത്രത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകളുടെ ആ ഒരു ഇമ്പാക്ട്, ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വലിയൊരു കംബാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. മൂന്നാം റൗണ്ടിലൊക്കെ കൃത്യമായ ഇടപെടൽ FDF നടത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിലൊക്കെ FDFന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും തിരിച്ചു വരവിന്റെ വലിയൊരു സൂചനകൾ തന്നെയായിരുന്നു FPA നൽകിയത്. അതുപോലെ തന്നെ മുനീസിന്റെ ലീഡ് സ്ഥാനത്തേക്ക് മത്സരിച്ച FPAയുടെ സ്ഥാനത്തെ മുനീസിന്റെ കൃത്യമായ വലിയൊരു ഭൂരിപക്ഷവും അതേപോലെ ഷസാം മറിയമിന്റെ വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് ടോട്ടൽ ടാലി ചെയ്യുമ്പോൾ FPAക്ക് ഇത്രത്തോളം ലീഡ് ലഭിക്കാൻ കാരണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1001ന്റെ ലീഡ് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് 2091 വോട്ട് ലഭിച്ചുകൊണ്ട് ഈ വർഷത്തെ ഇലക്ഷനിൽ ലീഡേഴ്സ് ഇലക്ഷനിൽ FPA പാർട്ടി വിജയിച്ചതായിട്ട് വിജയിച്ചിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ ഒരു വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.